നടുകടലിൽ ഒറ്റപ്പെട്ടു പോയ ഒരു ഗർഭിണിയായ സ്ത്രീ അവിടെ വെച്ച് ഒരു പെൺകുട്ടിക്ക് ജന്മം കൊടുക്കുന്നു. 2023 നെറ്റ്ഫ്ലിക്സ് റിലീസായ ഒരു സ്പാനിഷ് ചിത്രമാണ് നോവർ. ആഭ്യന്തര കലാപത്തെ തുടർന്ന് സ്വന്തം രാജ്യത്ത് നിൽക്കാൻ പറ്റാത്ത സ്ഥിതി വന്നതുകൊണ്ട് ഭർത്താവിനൊപ്പം ഒരു ഗർഭിണിയായ സ്ത്രീ വേറെ രാജ്യത്തേക്ക് അഭയം പ്രാപിക്കാൻ വേണ്ടി പോകുന്നു. അവർ പോകുന്നത് നിയമവിരുദ്ധമായി ആൾക്കാരെ രാജ്യത്തേക്ക് കടത്തുന്ന ഒരു ഗ്യാങ്ങിന്റെ കൂടെയാണ്. ഇവരെ കൊണ്ടുപോകുന്നത് ഒരു കണ്ടെയ്നറിൽ അടച്ചിട്ട് കടൽ മാർഗമാണ്. ഇവരെ കൂടാതെ ഒരുപാട് കുടുംബങ്ങളും ഗർഭിണിയായ സ്ത്രീകളും കുട്ടികളും ഒപ്പമുണ്ട്. യാത്രാമധ്യേ ഈ സ്ത്രീയുടെ ഭർത്താവിനെ അവരിൽ നിന്ന് വേർപെടുത്തി വേറൊരു കണ്ടെയ്നറിലേക്ക് മാറ്റുന്നു. സ്ത്രീയുടെ പേര് മിയ എന്നും ഭർത്താവിന്റെ പേര് നിക്കോ എന്നുമാണ്. പോകുന്ന വഴിയിൽ മിയ പോലീസിന്റെ ജനങ്ങളോടുള്ള ക്രൂരമായ പെരുമാറ്റമൊക്കെ കണ്ടുകൊണ്ടാണ് യാത്രയാവുന്നത്. വഴിക്ക് വെച്ച് മിയ യാത്ര ചെയ്യുന്ന ട്രക്ക് പോലീസ് തടയുകയും അത് സെർച്ച് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. സെർച്ച് ചെയ്യുന്ന സമയത്ത് കണ്ടെയ്നറിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും കണ്ടെയ്നറിനുള്ളിൽ തന്നെ 2 അറകൾ ഉണ്ടായിരുന്നു. ആ ഒരറക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നു. പക്ഷെ ഇത് കണ്ടുപിടിച്ച പോലീസ് അവിടെ വെച്ച് തന്നെ എല്ലാ ജനങ്ങളെയും കൊന്നൊടുക്കുന്നു. ചെറിയ കുട്ടികളെ പോലും അവർ വെറുതെ വിടുന്നില്ല. പക്ഷേ മിയ ആ അറക്കുള്ളിൽ ഉണ്ടായിരുന്ന ഒരു ബോക്സിന്റെ മുകളിൽ ഒളിച്ചിരുന്ന് അവരുടെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെടുന്നു. ആ കണ്ടെയ്നറിൽ അവൾ മാത്രം ഒറ്റപ്പെടുന്നു. കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു മൊബൈൽ ഫോൺ മാത്രമായിരുന്നു. അത് വെച്ച് അവൾ ഭർത്താവുമായിട്ട് ബന്ധപ്പെടുന്നു. ആ കണ്ടെയ്നർ ഹാർബറിലെത്തുന്നു. ഹാർബറിൽ നിന്ന് ഒരു ഷിപ്പ് മുഖേന അത് അടുത്ത രാജ്യത്തേക്ക് യാത്രയാവുന്നു. പക്ഷെ അവിടെയും മിയയെ ഭാഗ്യം തുണക്കുന്നില്ല. ഒരു വലിയ കാറ്റിലും മഴയിലും ആ ഷിപ്പ് തകർന്ന് ആ കണ്ടെയ്നർ മൊത്തം നടുക്കടലിലേക്ക് വീഴുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള പല വഴിയും മിയ നോക്കുന്നുണ്ട്. പക്ഷേ ഒന്നും സാധ്യമാകുന്നില്ല. കണ്ടെയ്നറുണ്ടായ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് അവൾക്ക് ആവശ്യമുള്ളതൊക്കെ അവൾ ശേഖരിച്ചു വെക്കുന്നു. അപ്പോഴാണ് പുറത്തുള്ള വേറൊരു കണ്ടെയ്നറിൽ നിന്ന് ഒരു കൂട്ട നിലവിളി കേൾക്കുന്നത്. തന്റെ ഭർത്താവ് സഞ്ചരിച്ച ആ കണ്ടെയ്നർ മുങ്ങിത്താഴുന്നത് കണ്ടെയ്നറിലെ ഒരു ദ്വാരത്തിലൂടെ അവൾ കാണുന്നു. ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹായായി അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം എന്ന് വിചാരിച്ച് അവൾ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്നു. വയറ്റിൽ നിന്ന് സ്വന്തം കുഞ്ഞിന്റെ അനക്കം അനുഭവിച്ചപ്പോൾ ഈ കുഞ്ഞിന് വേണ്ടിയെങ്കിലും ഞാൻ ജീവിക്കണം എന്ന ദൃഢനിശ്ചയം അവൾ കൈക്കൊള്ളുന്നു. പിന്നീട് അങ്ങോട്ട് ജീവിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു മിയ. ഇതിനിടയിൽ അവൾക്കൊരു ഫോൺ കോൾ വരുന്നു. അത് സ്വന്തം ഭർത്താവായിരുന്നു. ആ കണ്ടെയ്നറിൽ അയാൾ ഉണ്ടായിരുന്നില്ല. വഴിയിൽ വെച്ച് അയാൾ ആ കണ്ടെയ്നറിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. ഞാൻ നിന്നെ രക്ഷിക്കാൻ വരും എന്ന ഉറപ്പ് ഭർത്താവ് മിയക്ക് കൊടുക്കുന്നു. ആ ഉറപ്പിന്മേൽ അവൾ വീണ്ടും ജീവിക്കാനുള്ള പരിശ്രമങ്ങൾ തുടരുന്നു. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു വലിയ കാറ്റിലും മഴയിലും അവൾക്ക് പ്രസവവേദന വരുന്നു. ആ കാറ്റിലും മഴയിലും ആ കണ്ടെയ്നറിൽ വെച്ച് തന്നെ അവൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നു. പിന്നീട് അങ്ങോട്ട് ആ അമ്മയും കുഞ്ഞിന്റെയും അതിജീവനത്തിന്റെ കഥയാണ് സിനിമയിൽ ഉടനീളം പറയുന്നത്. വിശപ്പ് സഹിക്കാൻ പറ്റാതെ പ്രസവിച്ചപ്പോൾ പുറത്തേക്ക് വന്ന പൊക്കിൾക്കൂട് പോലും ഭക്ഷിക്കുന്ന ഒരു രംഗം തന്നെയുണ്ട് സിനിമയിൽ. രക്ഷിക്കാൻ വരുമെന്ന് പറഞ്ഞ ഭർത്താവ് പോലീസിന്റെ പിടിയിൽപ്പെട്ട് ഇനി വരില്ലെന്ന് മനസ്സിലാക്കിയിട്ടും മിയ തളരുന്നില്ല. സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാൻ ഏതറ്റം വരും പോകുമെന്ന ദൃഢനിശ്ചയമെടുത്ത് ആ കുഞ്ഞിന് വേണ്ടി ആ കണ്ടെയ്നറിൽ കിട്ടിയ സാധനങ്ങൾ വെച്ച് അവളൊരു ബോട്ട് നിർമ്മിക്കുന്നു. അങ്ങനെ അവസാനം ആ കണ്ടെയ്നർ വെള്ളം നിറഞ്ഞ് മുങ്ങിപ്പോകുന്നു. കുഞ്ഞിന് വേണ്ടി ഉണ്ടാക്കിയ ബോട്ടിൽ ഒരറ്റത്ത് അവൾ കയ്യും വെച്ച് ആ സമുദ്രത്തിൽ ആരെങ്കിലും വരുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അങ്ങനെ അവസാനം കടലിൽ ബോട്ടിൽ യാത്ര ചെയ്യുന്ന ഒരു കുടുംബം ഇവരെ കാണുകയും ആ കുഞ്ഞിനെയും അമ്മയെയും രക്ഷിക്കുകയും ചെയ്യുന്നിടത്ത് സിനിമ അവസാനിക്കുന്നു. സിനിമയിലെ ചില രംഗങ്ങൾ കാണുമ്പോൾ അപ്പോകാലിപ്റ്റോ ലൈഫ് ഓഫ് പൈ എന്ന സിനിമ ഓർമ്മ വരുമെങ്കിലും ഒരു മികച്ച സർവൈവർ ത്രില്ലർ തന്നെയാണ് നോവർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവേത് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.